ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈല ലേണിംഗ്. ഇറ്റ്സ് മക്കളെ, നമ്മൾ പൈത്തണിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രം നമുക്ക് പൈത്തൺ പ്രോഗ്രാമിങ്ങിലൂടെ പോകാൻ വരുന്നത്. ഓക്കെ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ലൈവ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാർ പറയുകയാണ്. ഓക്കെ, നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് ഇൻഡന്റേഷൻ. എന്താണ് ഇൻഡന്റേഷൻ എന്ന് പറയുന്നത്? ഇൻഡന്റേഷൻ എന്താണ്? നേരെ ചൊവ്വ ഇട്ടില്ലെങ്കിൽ നമുക്ക് എറേഴ്സുകൾ വരും, പ്രോഗ്രാം ഒരിക്കലും വർക്ക് ചെയ്യത്തില്ല. ഇൻഡന്റേഷൻ എറേഴ്സ് ഒക്കെ വരാം. എന്താണ് ഇൻഡന്റേഷൻ എന്ന് പറയും മക്കളെ? ഇൻഡന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതാണ് ഇവിടെ വെക്കാം. ഒരു ബ്ലോക്കിനുള്ളിൽ മറ്റൊരു ബ്ലോക്ക് ഉണ്ടെന്ന് കാണിക്കാൻ, ഒരു ബ്ലോക്കിനുള്ളിൽ മറ്റൊരു സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഇൻഡന്റേഷൻ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുകയാണ്. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഡിഫ് ഫംഗ്ഷൻ, ഇതൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പൊ ഒരു ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് കൊടുത്തു. ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തപ്പോൾ ബ്രാക്കറ്റിനുള്ളിലാണ് മക്കളെ പ്രിന്റ് എ, കേർലി ബ്രേസ് ക്ലോസ് ചെയ്തു. അപ്പൊ ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുമ്പോൾ, അഥവാ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ, അഥവാ ഫംഗ്ഷൻ വർക്ക് ചെയ്യുമ്പോൾ എന്ത് വർക്ക് ചെയ്യണം? പ്രിന്റ് എ മാത്രം വർക്ക് ചെയ്യണം. ഇതെന്താണ് മക്കളെ? ഇത് ഈ പറഞ്ഞ ബ്ലോക്കിന് പുറത്തുള്ള സ്റ്റേറ്റ്മെന്റ്, അഥവാ ഈ ബ്ലോക്കിന്, അതായത് ഈ ഫംഗ്ഷന്റെ ബ്ലോക്കിന് പുറത്തുള്ള സ്റ്റേറ്റ്മെന്റ് മക്കളെ എന്ത്? ഇത്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞ ഈ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ ഒരു ഫീച്ചറാണ്. ഓക്കെ, ഈ ബ്രാക്കറ്റ് ഓപ്പണിങ് ക്ലോസിങ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വർക്കിംഗ് അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരിക്കും മക്കളെ? ഇതിന്റെ വർക്കിംഗ് ആണ് ഇവിടെ അവസാനിച്ചു എന്ന് കാണിക്കാം. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഈ ഫംഗ്ഷന്റെ ബ്ലോക്കിനുള്ളിലാണ് ഈ പ്രിന്റ് എ എന്ന് കാണിക്കും. അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇതിന്റെ വർക്കിംഗ് മക്കളെ ഇവിടെ തൊട്ട് തുടങ്ങി ഇവിടെ അവസാനിക്കും. പക്ഷെ പൈത്തണിൽ എങ്ങനെയാണ് പരിപാടി? പൈത്തണിൽ ബ്രാക്കറ്റ്സുകളാണ് ഉള്ളത്? അല്ല, അവിടെ സ്പേസിംഗ് ആണുള്ളത് കേട്ടോ. അവിടെ സ്പേസിംഗ് ആണുള്ളത് കേട്ടോ. സ്പേസിംഗ് ആണ് അതിന് വരുള്ളത്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുകയാണ്. ഇവിടെ എ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, എന്തും ആയിക്കോട്ടെ, ഫംഗ്ഷൻ ആയിക്കോട്ടെ, ലൂപ്പ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. അപ്പൊ എ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇത് സാധാരണ ലൂപ്പ് ഫംഗ്ഷനിലാണ് സാധാരണഗതിയിൽ വരാറുള്ളത്. ലൂപ്പിലും ഫംഗ്ഷനിലും പിന്നെ നമ്മുടെ ഇഫൽ സ്റ്റേറ്റ്മെന്റ്സിലൊക്കെയാണ് വരാറുള്ളത്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിലൊക്കെയാണ് വരാറുള്ളത്. ഓക്കെ, അപ്പൊ എയുടെ അണ്ടറിലാണ് ബി എന്ന് കാണിക്കാൻ എന്താണ് മക്കളെ? എ കൊടുത്തു. ഓക്കെ, ദെൻ ബി ആണെങ്കിൽ ഏതിന്റെ അണ്ടറിലാണ് മക്കളെ? എയുടെ അണ്ടറിലാണ്. ബി ആണെങ്കിൽ എയുടെ അണ്ടറിലാണ്. ബി എയുടെ അണ്ടറിലാണ് എന്ന് കാണിക്കാൻ എന്ത് ചെയ്യണം? യെസ്, നാട്ട് നോക്കാം. അണ്ടർ എ, അഥവാ ബി അണ്ടർ എ എന്ന് പറയുകയാണ്. ബി അണ്ടർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദെൻ എ എന്താ? എയുടെ അണ്ടറിലാണ് ബി എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ എന്തായിരിക്കടാ? അതാണ് ഇവിടെ സ്പേസ് കൊടുത്തു, 2 ടാബ് സ്പേസ് റൈറ്റിലോട്ട് കൊടുത്തു. 2 ടാബ് സ്പേസ് റൈറ്റിലോട്ട് കൊടുത്തപ്പോ എന്തായി മക്കളെ? എയുടെ അണ്ടറിലാന്ന് കാണിക്കുന്നു. നോക്കണ സെയിം തന്നെ ബിയുടെ സെയിം ലെവൽ തന്നെ സി കൊടുത്തു. അതും എന്താണ് മക്കളെ? എയുടെ അണ്ടറിലാണ്. അഥവാ എയില് ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ, ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ 2 ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സുകളാണ് മക്കളെ എന്ത്? ഫോർ എക്സാമ്പിൾ എ എന്ന് പറഞ്ഞ ഐറ്റം ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു. ദെൻ എയും ബിയും. ഓക്കെ, ദെൻ എയും ബിയും ആണ് മക്കളെ എന്ത്? ഈ പറഞ്ഞ എയുടെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, ദെൻ ബിയുടെ അണ്ടറിൽ വരുന്നതാണ് മക്കളെ എന്ത്? ഡിയും ഇയും. സോറി, സിയുടെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. സിയുടെ അണ്ടറിൽ കേട്ടോ. ഓക്കെ, എ ബി അല്ല, ഇവിടെ ബിയും സി കേട്ടോ. ബ്രാക്കറ്റ് ഓപ്പൺ സി. ഓക്കെ, അപ്പൊ സിയുടെ അണ്ടറിൽ വരുന്നതാണ് ഡിയും ഇയും. അപ്പൊ ഡിയും ഇയും എന്താണ്? സിയുടെ അണ്ടറിൽ വരുന്നു. അപ്പൊ എയുടെ അണ്ടറിൽ വരുന്നതാണ് ബിയും സിയും. ദെൻ സിയുടെ അണ്ടറിൽ വരുന്നതാണ് ഡിയും ഇയും. ഓക്കെ, അപ്പൊ എന്താണ്? സിയുടെ അണ്ടറിൽ വരുന്നു ഡിയും ഇയും. ക്ലിയർ? യെസ്. നെക്സ്റ്റ് എടുത്ത് നോക്കാം. നെക്സ്റ്റ് എടുത്ത് പറയുകയാണ്. ദെൻ സിയുടെ നേരെ ഇവിടെ എയുടെ അണ്ടറിൽ വരുന്നതാണ് മക്കളെ എഫും എയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ എന്താണ് മക്കളെ? ഇതിവിടെ ക്ലോസ് ചെയ്തു, സിയുടെ ക്ലോസ് ചെയ്തു, സി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഡിയും ഇയും ആണ് സിയുടെ അണ്ടറിൽ വരുന്നത്. സോ എന്താ മക്കളെ? ദെൻ അടുത്ത് നോക്കാം. എഫ് എന്താ മക്കളെ? എയുടെ അണ്ടറിൽ വരുന്നതാണ്. സോ എന്താണ് മക്കളെ? അതിന്റെ പുറത്താണ് എഫ് കൊടുക്കുക അല്ലെ? യെസ്, എഫ് കൊടുക്കുക. ഓക്കെ, അതുകൊണ്ട് മക്കളെ ഈ പറഞ്ഞ ബിയുടെയും സിയുടെയും ലെവൽ എന്ന സെയിം ലെവൽ എന്ത് കൊടുത്തു? എ കൊടുത്തു. ഓക്കെ, അഥവാ ബിയുടെ എ എന്ന് പറഞ്ഞ അണ്ടറിലായിരിക്കും ബിയും സിയും എഫും വരുന്നത്. സോ എന്താ മക്കളെ? ഈ ബിയുടെയും സിയുടെയും സെയിം ലെവൽ തന്നെ എഫ് കൊടുത്തു. നെക്സ്റ്റ് എടുത്ത് നോക്കാം. ഈ പറഞ്ഞ അടുത്ത വരുന്ന വേരിയബിൾ ആണ് ജി. ഈ ജി എന്ന് പറയുമ്പോൾ ബിയുടെ അണ്ടറിൽ, എയുടെ അണ്ടറിലും വരുന്നില്ല, സിയുടെ അണ്ടറിലും വരുന്നില്ല, ഡിയുടെ അണ്ടറിലും വരുന്നില്ല, ഇയുടെ അണ്ടറിലും വരുന്നില്ല. ഓക്കെ, എഫിന്റെ അണ്ടറിലും വരുന്നില്ല. ഏതിന്റെ അണ്ടറിൽ? ഒരു അണ്ടറിലും വരുന്നില്ല. ഇതെന്താ മക്കളെ? ഏതിന്റെ നേരെ കൊടുത്തു? എയുടെ നേരെ കൊടുത്തു. ഓക്കെ, സെയിം ലെവൽ ആസ് എ. കാര്യം എന്താ മക്കളെ? അത് എയുടെ ബ്ലോക്കിന് പുറത്താണെന്ന് കാണിക്കുവാണ് അല്ലെ? എയുടെ ബ്ലോക്കിന് പുറത്താന്ന് കാണിക്കുവാണ്. യെസ്,
അപ്പൊ ഇതാണ് ഇൻഡന്റേഷൻ എന്ന് പറഞ്ഞാൽ. ഇൻഡന്റേഷൻ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ലൈൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് അവിടെ വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇഫ് 5 > 3, 5 3-നേക്കാൾ വലുതാണ് എങ്കിൽ, 5 നമ്മൾ പഠിച്ചിട്ടില്ല, യെസ്, 5 3-നേക്കാളും വലുതാണ് എങ്കിൽ, ഓക്കെ, ദെൻ പ്രിന്റ് 5 ഈസ് ഗ്രേറ്റർ ദാൻ 3, അത് പ്രിന്റ് ചെയ്യും. ഓക്കെ, കാരണം നമ്മൾ ഇത് ഈ പറഞ്ഞ ഇതിന്റെ ഇൻഡന്റേഷനുള്ളിലാണ് 2 ടാബ് സ്പേസ് എന്താ മക്കളെ കൊടുത്തു, 2 ടാബ് സ്പേസ് റൈറ്റിലോട്ട് കൊടുത്തു. അതാണ്ട് ഇത് രണ്ടും. പക്ഷെ ഇതെന്താ മക്കളെ, ഇതെന്താടാ, ഈ താഴെ കിടക്കുന്ന പ്രിന്റ് എന്താണ്, ഈ താഴെ കിടക്കുന്ന പ്രിന്റ് എന്ന് പറയുന്നത് ഇതേ ഇഫിന്റെ നേരെ ലെവലിൽ കിടക്കുന്നതാണ്. അത് ഇഫിന്റെ ബ്ലോക്കിലുള്ളയാണോ? അല്ല, അത് ഔട്ട് ഓഫ് ഇഫ് ബ്ലോക്ക് ആണ്. ഇഫ് ബ്ലോക്കിന് പുറത്തുള്ള സ്റ്റേറ്റ്മെന്റ് അത് കാണിക്കുവാണ്. ഇഫ് ബ്ലോക്കിനകത്തുള്ള കാണിക്കണമെങ്കിൽ അതിന്റെ സെയിം ലെവലല്ല നിൽക്കുന്നത്, 2 ടാബ് സ്പേസ് റൈറ്റിലോട്ടായിരിക്കും. ഒന്നിന്റെ സ്പേസിലാണ്, ഒന്നിന്റെ ബ്ലോക്കിലാണ് മറ്റൊന്ന് കാണിക്കണമെങ്കിൽ എത്ര സ്പേസ് മക്കളെ? 2 ടാബ് സ്പേസ് എന്താണ് മക്കളെ? റൈറ്റിലോട്ട് വരും. ഓക്കെ, അപ്പൊ അത് അറിഞ്ഞിരിക്കുക. ഇതാണ് വളരെ വളരെ, കാരണം ഇത് നമുക്ക് വളരെ എന്താണ് ഈ പറഞ്ഞ മറ്റുള്ള പ്രോഗ്രാമിൽ അങ്ങ് ചെയ്ത് വന്നവർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടായി വരുമായിരിക്കും. ഇൻഡന്റേഷൻ എന്ന് പറഞ്ഞ സ്പേസിംഗ് എന്ന് പറഞ്ഞ ഐറ്റം. അപ്പൊ എന്താണ് ഈ സ്പേസിംഗ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞോ. പിന്നെ വേറെ കാര്യം പറയേണ്ടതാണ് മൾട്ടിപ്പിൾ അസൈൻമെന്റ്സ്. നമുക്ക് സാധാരണഗതിയിൽ ഒരു വാല്യൂസിന് അസൈൻ ചെയ്യാം. അപ്പൊ ഫോർ എക്സാമ്പിൾ 5 = A ഇങ്ങനെ അസൈൻ ചെയ്യാം. ഓക്കെ, ദെൻ ഇങ്ങനെ അസൈൻ ചെയ്യാം. നമുക്ക് എങ്ങനെ അസൈൻ ചെയ്യാം? ഇപ്പോൾ A = 5, B = 9. ഇത് 2 വാല്യൂസ് നമ്മൾ എന്താണ് ഒരു 5 എന്താണ് എയിലോട്ട് 5 അസൈൻ ചെയ്തു, ബിയിലോട്ട് 9 അസൈൻ ചെയ്തു. ഓക്കെ, എന്നിട്ട് നോക്കാം എയും ബിയും വേണമെങ്കിൽ എന്താ മക്കളെ, വേണമെങ്കിൽ ഇങ്ങനെയും കൊടുക്കാം. ഈ A = 5-നും B = 9-നും പകരം എയും ബിയും കൊടുത്തു. എയുടെ വാല്യൂ 5, ബിയുടെ വാല്യൂ 9 കൊടുത്തു. ഇങ്ങനെയും കൊടുക്കാം. അപ്പൊ നമ്മളെ ഇങ്ങനെയും എന്താണ് വാല്യൂസിന് അസൈൻ ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ വേറെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, മൾട്ടിപ്പിൾ വേരിയബിൾസിലോട്ട് സെയിം വാല്യൂവിനെ നമുക്ക് അസൈൻ ചെയ്യാം, സെയിം വാല്യൂസിനെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ A = 6, B = 6 എന്ന് പറയുന്നതിനേക്കാളും ബെസ്റ്റ് എന്താ മക്കളെ? A = B = 6 എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, അപ്പൊ ഈ 2 കാര്യങ്ങൾ എന്താണ് മക്കളെ ഓർത്തിരിക്കുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ്, കാരണം ഇതൊക്കെ നമുക്ക് പരിചിതമായിട്ട് നമ്മളെ കാണുന്നുണ്ട്. പല എക്സാംസിനൊക്കെ നമ്മളെ കോഡിങ്ങിലൊക്കെ എന്ത് വരാറുണ്ട്, ഈ ഒരു കാര്യങ്ങൾ വരാറുണ്ട്. യെസ്, പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മ്യൂട്ടബിൾ ആൻഡ് ഇമ്മ്യൂട്ടബിൾ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ. എന്താണ് മ്യൂട്ടബിളും ഇമ്മ്യൂട്ടബിൾ എന്ന് പറയാം മക്കളെ? നമ്മൾ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, പൈത്തണിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ ലിസ്റ്റ് ആയിക്കോട്ടെ, ടുപ്പിൾ ആയിക്കോട്ടെ, മറ്റ് കണ്ടന്റ് ആയിക്കോട്ടെ, സ്ട്രിങ് ആയിക്കോട്ടെ, ആ കണ്ടന്റ് എന്താ മക്കളെ നമുക്ക് ആ ക്രിയേഷന് ശേഷം വീണ്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ഇത് മ്യൂട്ടബിൾ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ പറയാണ് ലിസ്റ്റ്, ഡിക്ഷണറി, സെറ്റ് എന്താണ് മ്യൂട്ടബിൾ ഡെറിവേറ്റീവ്സ് ആണ്. ഓക്കെ, എക്സാമ്പിൾ പറയാണ് മൈ ലിസ്റ്റ് = 1 2 3. മൈ ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ് 4 എന്ന് പറയുമ്പോൾ ഈ 4 എന്ന് പറഞ്ഞ ഐറ്റം എന്താ മക്കളെ? ഈ ലിസ്റ്റിന് ലാസ്റ്റിലോട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പൊ എന്താണ് മക്കളെ? ഈ ലിസ്റ്റിനെ അവിടെ ചേഞ്ച് ആക്കി അല്ലെ? യെസ്, ലിസ്റ്റിനെ അവിടെ ചേഞ്ച് ആക്കി. ക്ലിയർ? യെസ്. ലിസ്റ്റ് എടുത്ത് നോക്കാം. ഇമ്മ്യൂട്ടബിൾ ടൈപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ക്രിയേഷന് ശേഷം എന്താണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ നെയിം = ആലീസ് എന്ന് പറയുകയാണ്. ദെൻ ഇതിന്റെ 0th ലൊക്കേഷനിലോട്ട് എന്താ മക്കളെ? M ആഡ് ചെയ്തു. 0th ലൊക്കേഷനിലോട്ട് M ആഡ് ചെയ്തപ്പോൾ അത് മാലീസ് എന്നാക്കുവാണ്. ഓക്കെ, പക്ഷെ പറ്റുമോ? പറ്റത്തില്ല. ഇതെന്താണ് മക്കളെ? ഇതാണ് എങ്കിൽ ഇമ്മ്യൂട്ടബിൾ ടൈപ്പ് ആണ്. സൈസ് ഒരിക്കലും ചേഞ്ച് ആകത്തില്ല, ഫിക്സഡ് ആയിരിക്കും. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ എന്താണ് മക്കളെ പൈത്തൺ എന്ന് പറഞ്ഞാൽ. കൂടുതൽ കണ്ടന്റ് വീഡിയോസുമായിട്ട് മക്കളെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും ഉഷാറായിട്ട് മക്കളെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ എന്താണ് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മാക്സിമം എല്ലാവർക്കും എന്താണ് ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. യെസ്. അപ്പൊ ഓക്കെ, ബൈ, സീ യു മക്കളെ. യെസ്.